എന്താ എനിക്ക് മോഹൻലാലിന്റെ ഈ വൃത്തികെട്ട സിനിമകളൊന്നും ഞാൻ കാണാറില്ല. അത് എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയം ഇഷ്ടമുള്ള ആളല്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേടിത്തൊണ്ടനാണ്. എനിക്ക് മോഹൻലാലിന് ഒട്ടും ഇഷ്ടമില്ല. പുള്ളി മണ്ടനല്ലേ. എനിക്ക് പുള്ളി കേരളത്തിലെ എല്ലാ ഫാൻസിനെ അയാൾ വെറുതെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ്. ടീം എടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ശരിക്കും നടന്നൊരു ഇത്രയും വലിയൊരു കലാപ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു അവരുടെ സ്വാതന്ത്ര്യമാണ് അത് കട്ട് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലാലേട്ടനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേടിത്തൊണ്ടനാണ്. എനിക്ക് മോഹൻലാലിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. അയാളൊക്കെ എന്തിനാണ്, എനിക്ക് അയാളെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത ഒരാളാണ്. അതായത് ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് ധൈര്യം വേണം. ധൈര്യമില്ല. കുറച്ച് പൈസ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെ അയാൾക്ക് എത്ര ഫാൻസ് ഉണ്ട്, അത്ര ഫാൻസിനെ മൊത്തം ഈ കേരളത്തിലെ എല്ലാ ഫാൻസിനെ അയാൾ വെറുതെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ് അയാൾ ചെയ്യുന്നത്. മോഹൻലാൽ ഇതിനു മുമ്പ് ഭയങ്കര സംഘപരിവാറിന് സമീപമായിട്ടുള്ള ഒരുപാട് നിലപാടെടുത്തിട്ടുള്ള ആളാണ്. കൊറോണ വന്നപ്പം കൊറോണ മാറാൻ വേണ്ടി പ്ലേറ്റ് കൊട്ടാനും അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. പുള്ളി ഇത്രയും വലിയൊരു ക്യാരക്ടർ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അങ്ങനെ ഒരു ധൈര്യം കാണിച്ചിട്ട് അതൊരു പ്രശ്നമായിട്ട് വന്ന സമയത്ത് പുള്ളിക്ക് ഇത് അറിയില്ലായിരിക്കും. പുള്ളി മണ്ടനല്ലേ. എനിക്ക് പുള്ളി മണ്ടനായിട്ടാണ് തോന്നുന്നത്. പുള്ളി ഈ മറ്റേ ഹേമ കമ്മീഷനൊക്കെ വന്നപ്പം വന്നിട്ട് എന്താ പറഞ്ഞത്, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം. തൊഴിലിടത്ത് നടക്കുന്ന അത്രയും അനീതിക്കെതിരെ കുറേ ആൾക്കാർ വന്ന് സമരം ചെയ്ത് അതൊരു വലിയ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ പറയുകയാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. അത് പുള്ളി അതെല്ലാം പേഴ്സണൽ അറ്റാക്കും അങ്ങനത്തെ. പുള്ളിക്ക് വിവരമില്ല. പുള്ളിക്ക് ബേസിക്കായിട്ട് വിവരമില്ല. പുള്ളിക്ക് എന്തൊക്കെ കുറച്ച് അഭിനയിക്കാൻ അറിയാം, അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ അറിയാം, അത് മാത്രമേ ഉള്ളൂ. അല്ല പുള്ളിക്ക് വിവരമില്ല. പുള്ളി ബേസിക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോമൺ സെൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുരളി ഗോപി വളരെ നല്ല നിലപാടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആളും ഒരു ക്ഷമ പറയുന്ന രീതിയിലൊരു ചെറിയ രീതിയിൽ ഒരു 1-2 ലൈനിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതിനോട് അത് ഞാൻ കണ്ടില്ല. എന്താ അപ്പോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ അപ്പോളജി പറഞ്ഞിട്ടുണ്ടോ ഇല്ല, അവർ അപ്പോളജി പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോളജി പറയേണ്ട, ഇപ്പൊ എത്ര ധൈര്യമുള്ള ആൾക്കാണെങ്കിലും അത് അപ്പോളജി പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു. ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോ ഒരു കലാസൃഷ്ടി ചെയ്തു, അപ്പോൾ ആ കലാസൃഷ്ടി ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഒരു അപ്പോളജി പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു. അതായത് ഇവിടെ നടന്നൊരു കാര്യം ചെയ്താൽ അവരാണ് അപ്പോളജി പറയേണ്ടത്. ആൾക്കാരെ കൊന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്, അതിന് ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരെ കൊന്ന ആൾക്കാരാണ് അപ്പോളജി പറയേണ്ടത്. അതായത് ആ ആൾക്കാരെ കൊല്ലുന്നത് ആ കുറേ ദുഷ്ടത എടുത്ത് കാണിക്കുന്നവരല്ല അപ്പോളജി പറയേണ്ടത്. അപ്പോൾ അത് ചെയ്തവർ ഇത് അപ്പോളജി പറയുന്നതെന്ന് പറയുന്നത് അത്രയും ഫാസിസം, അത്രയും എന്താ പറയുക, വലിയൊരു മോശ അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്നതിൻ്റെ ഒരു ഇതാണ്. നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ മൈക്ക് തൂക്കി നിങ്ങൾക്ക് നടക്കാനും പറ്റില്ല, എനിക്ക് ഇവിടെ ഇങ്ങനെ പറയാനും പറ്റില്ല. ലാസ്റ്റായിട്ടൊരു കാര്യം, ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ എമ്പുരാനെ കുറിച്ച് എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമാവണം എന്ന് കരുതി തന്നെ നേരത്തെ കൂട്ടി ചെയ്ത ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണോ ഇപ്പം നടക്കുന്നത്? അങ്ങനെ എന്താണ് തോന്നുന്നുണ്ടോ? അങ്ങനെ ആണെങ്കിൽ തന്നെയും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെയും ഈ ആദ്യത്തെ 20 മിനിറ്റ് എടുക്കാൻ ഒരു ധൈര്യം വേണ്ടേ? തല പോകുന്ന പരിപാടിയല്ലേ. ആരെങ്കിലും ഇത് ചെയ്യുമോ? അത് എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയം ഇഷ്ടമുള്ള ആളല്ല. പൃഥ്വിരാജിന്റെ അഭിനയം എനിക്ക് ജനഗണമനയിൽ ഒന്നും ഇഷ്ടപ്പെട്ടുള്ള ആളല്ല. പക്ഷേ ഈ പൃഥ്വിരാജിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് പൃഥ്വിരാജിനോട് ഭയങ്കര അധികം റെസ്പെക്ട് ഉണ്ട്. പഴയ അഭിനയമൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ അഭിനയങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ലൂസിഫർ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ, എനിക്ക് മോഹൻലാലിന്റെ ഈ വൃത്തികെട്ട സിനിമകളൊന്നും ഞാൻ കാണാറില്ല. അങ്ങനെ മുണ്ടി മടക്കുന്നതും ഇടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കാണാൻ. എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള ജീവനുള്ള സിനിമകളാണ് ഇഷ്ടം. അതുപോലെ പൃഥ്വിരാജിന്റെ എമ്പുരാനും എനിക്ക് എന്താ പറയുക, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് ഈ 20 മിനിറ്റ് വെച്ചാൽ വേറെ ഒന്നുമില്ല. പക്ഷേ ആ പൃഥ്വിരാജിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, പൃഥ്വിരാജിന്റെ ഡയറക്ടറായിട്ട് ഞാൻ വേറൊരു രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം എടുത്തതിൽ ഈ ധൈര്യം കാണിച്ചിട്ട് വേറെ ആർക്ക് എന്തൊരു ധൈര്യം ഇത്? ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ചെയ്യൂല. പിന്നെ പൃഥ്വിരാജ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കയ്യിൽ സാമ്പത്തികമുള്ള ഒരു മനുഷ്യനായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലിയർ ആയിരിക്കണ്ടേ, എല്ലാ സംഭവം ക്ലിയർ ആയിട്ട് പുള്ളിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടല്ലേ ഇപ്പം പുള്ളിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പുള്ളി എന്ത് ധൈര്യത്തിലാണ് ഇത് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ആ എടുത്ത ധൈര്യം ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. പുള്ളി മാത്രമല്ല, പുള്ളിയുടെ കൂടെ നിന്ന് ആ ഫാമിലീനെ ഒക്കെ ഞാൻ അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യുക. പുള്ളിയുടെ വൈഫിനെയും അതുപോലെ തന്നെ പുള്ളിയുടെ ചേട്ടനും എല്ലാവരും ഞാൻ ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഇത് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. മാർക്കറ്റിങ്ങിൻ്റെയോ ബിസിനസിൻ്റെ എന്ത് ഭാഗമാണെങ്കിലും ഈ മറന്നുപോയൊരു ചരിത്രത്തെ കാണിക്കാനൊരു ധൈര്യം ഉണ്ടായല്ലോ. ഇല്ല, ഞാൻ ഇന്ന് ഇത് കണ്ടപ്പോൾ കാണാൻ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കണ്ടിട്ട് എന്തിനാ വെറുതെ ട്രിഗർ ആവുന്നത്? ഞാൻ ട്രിഗർ ആവും ഭയങ്കരമായിട്ട്. എൻ്റെ മാനസിക നിലയെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പം തന്നെ ഞാൻ വായതൊന്നുമില്ല സംഘികൾക്കെതിരെ എഴുതിയിരുന്നുണ്ട്. ഇതും കൂടെ കണ്ടോണ്ടാൽ പിന്നെ എന്നെ കൺട്രോൾ ചെയ്താൽ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് പൃഥ്വിരാജിന് അത്ര പൈസ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു.